ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇനിയിപ്പോൾ നമ്മളൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്തുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂമറുടെ വാതിലിൽ പോയിട്ട് മുട്ടുകയാണ്, അല്ലെങ്കിൽ കോളിംഗ് ബില്ലടിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രോഡക്റ്റോ സർവീസോ പരസ്യമായിരിക്കണം, രഹസ്യമാക്കാൻ പാടില്ല. എല്ലാ വിധത്തിലും 360 ഡിഗ്രി ആംഗിളിലും നമ്മൾ അതിൻ്റേതായ പരസ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് കൺസ്യൂമർ അവെയറാണ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചും. അപ്പോൾ നമ്മൾ ബ്രാൻഡ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കണം ഡ്രസ്സിങ് സ്റ്റൈൽ. ഒരു പ്രൊഫഷണൽ ഡ്രസ്സ് ഉണ്ടാകണം അവരിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ. അതും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന നേരങ്ങളിൽ നമുക്ക് പോകാൻ പാടില്ല. അവർ പ്രോപ്പർ സെക്യൂരിറ്റിയുടെ കണക്ഷൻ വഴി മാത്രമേ നമ്മൾ ഉള്ളിനകത്ത് കയറി പോയി ബെല്ലടിക്കുന്നു, അവർ വരുന്നു, നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ലുക്കുണ്ട്. സോറി, ഞങ്ങൾ ഇന്ന കമ്പനിയിൽ നിന്നാണ് വരുന്നത്, ഇവിടെ ഞങ്ങളൊരു ഫ്രീ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഇൻവെർട്ടർ ക്യാമ്പയിനാണത്, ഫ്രീ ക്യാമ്പയിനാണ്, അതിന് പൈസ ഈടാക്കുന്നില്ല. അല്ല, അപ്പോൾ ഞങ്ങളത്തെ ഓൾറെഡി അല്ല, ഞങ്ങൾ വന്നിട്ട് വിൽക്കുന്നില്ല, ഞങ്ങളൊരു സർവീസിന് മാത്രമാണ് ഇവിടെ വന്നത്, അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഇതാണല്ലോ. അത് കുഴപ്പമില്ല, ഏത് ബ്രാൻഡാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കൺസ്യൂമറാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്, ഞങ്ങൾക്ക് സർവീസാണ് ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും ഞങ്ങൾ സർവീസ് ചെയ്ത് തരാം. അത് മേ ബി അവർ പറയാൻ സാധ്യതയുണ്ട്, അത് ഓൾറെഡി ഇത് ഞങ്ങളിങ്ങനെ അവർക്ക് ആനുവൽ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന്. അല്ല, അത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. അല്ല, ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു താല്പര്യം വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കണം. ഇതാണ് ഞങ്ങളുടെ കാർഡ്. എപ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകണം. അതല്ല, അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അവർ പറയും ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഉടനെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്തിട്ട് ഓക്കെ മാഡം, നാളെ ഇത്ര മണിക്ക് എൻ്റെ ആൾ വരും സർവീസ് ചെയ്യാൻ, വിരോധമില്ലല്ലോ, അത് ടൈം നിങ്ങൾക്ക് കൺവീനിയൻ്റ് അല്ലേ എന്ന് പറഞ്ഞ് ആ രീതിയിലൊരു അപ്പോയിൻമെൻറ്റും കൂടെ വാങ്ങിക്കുക. നിങ്ങൾ പോകുമ്പോൾ ഒരു ഫോർമാറ്റ് ഫില്ല് ചെയ്യുമ്പോൾ മനസ്സിലാകാൻ കഴിയും അവർ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, എപ്പോൾ വാങ്ങിയതാണ്. അവർക്കുള്ള പ്രോബ്ലംസ് അവർ ഹൈലൈറ്റ് ചെയ്യും. അതുവഴി ആ ബ്രാൻഡിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നിങ്ങൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ അവരത് വെച്ച് അതിൻ്റേതായ രീതിയിലൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കൺസ്യൂമറിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ആ മൈൻഡിൽ വെച്ചുകൊണ്ട് അവർ അതർ ബ്രാൻഡിനെ പറ്റി സംസാരിക്കാണ്ട് നമ്മുടെ സൊല്യൂഷൻസ് മാത്രം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. എപ്പോഴും വന്ന് കോമ്പറ്റേറ്ററെ പറ്റി സംസാരിക്കാൻ പാടില്ല. കോമ്പറ്റേറ്ററെയും റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവരും ഒരു കമ്പനി നടത്തുന്നു, അവരും തൊഴിലാളികളുണ്ട്, അവിടെയും മുതലാളിയുണ്ട്, അവരും ജീവിക്കണം. ലെറ്റ് ലീവ് ആറ്റിറ്റ്യൂഡ് മാത്രമായിരിക്കണം നമ്മളൊരു മാർക്കറ്റിങ്ങിനോട് സമീപനം. നമ്മളും ജീവിക്കണം, അവരും ജീവിക്കണം. അതുകൊണ്ട് എക്കാരണം കൊണ്ടും മറ്റവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേറാൻ കഴിയില്ല. സോ അത് എപ്പോഴും നമ്മുടെ ബ്രാൻഡിനെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ആ അതർ ബ്രാൻഡിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അനാവശ്യമായ ഒരു പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ബ്രാൻഡിനെ ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയിലും നല്ല കാര്യങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺസ്യൂമറിന് ഏതെല്ലാം സൊല്യൂഷൻ നമ്മളെക്കൊണ്ട് കൊടുക്കാൻ കഴിയുമോ ആ സൊല്യൂഷൻ മാത്രം സംസാരിക്കുക. സോ ദേ വിൽ റെസ്പെക്റ്റ് യു.